ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ മിടുക്കരായ വിദ്യാർത്ഥികളോട് ഭരണകൂടം കാണിക്കുന്ന ഒരു അനാസ്ഥയെക്കുറിച്ചാണ്. പ്രമുഖ പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വരുന്നുണ്ടായിട്ടുണ്ട്. കരുതലും കൈത്താങ്ങും എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടി മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒരു അദാലത്ത് നടത്തുകയാണ്. അപ്പം 3, 4, 5 വർഷങ്ങളായിട്ട് കുട്ടികൾ മത്സര പരീക്ഷ എഴുതിയിട്ട് മിടുക്കന്മാരായി പാസ്സായിട്ട് അവർക്ക് സ്കോളർഷിപ്പിൻ്റെ സംഖ്യ കിട്ടാതെ വരികയാണ്. ഈ സ്കോളർഷിപ്പിൻ്റെ തുക അവരുടെ പഠന സഹായത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഭരണകൂടത്തിൻ്റെ അടുത്ത് അതിനുള്ള തുക കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് മന്ത്രിസഭ കൂടി വെക്കുമ്പോൾ ഈ സ്കോളർഷിപ്പ് തുകയ്ക്ക് വേണ്ടിയിട്ട് ഭീമമായൊരു സംഖ്യ മാറ്റി വെച്ചു എന്നുള്ളത് വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറയണ്ടായി. എന്നിട്ടും ഈ കുട്ടികൾക്ക് ഈ തുക, സ്കോളർഷിപ്പ് തുക കിട്ടുന്നില്ല. അപ്പോൾ സൗഹൃദ മീഡിയ ഇതിനെക്കുറിച്ച് ഒരു ലഘു അന്വേഷണം നടത്തേണ്ടായി. അപ്പോൾ UP സ്കൂളിലെ ഒരു HM സംസാരിച്ചപ്പോൾ അവർ വളരെ രോഷാകുലയായിട്ടാണ് സംസാരിച്ചത്. ഈ സ്കോളർഷിപ്പ് തുക കൊടുക്കാൻ സാധിക്കില്ല എന്ന് വെച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു മത്സര പരീക്ഷ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നത്? അതൊരു പ്രഹസനല്ലേ? ഇത് നിർത്തിക്കൂടെ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്നതിന് ശേഷം ഒരു ഹൈസ്കൂൾ HM ഞങ്ങൾ സംസാരിക്കാനിടയായി. അദ്ദേഹവും പറഞ്ഞത് വളരെയധികം വ്യത്യസ്തമായ കാര്യങ്ങളല്ല അദ്ദേഹവും പറഞ്ഞത്. ഇത്തരുണത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെയൊക്കെ പുറമേണ് ഈ പത്രത്തിലുള്ള ഈ വാർത്ത കാണാനിടയായത്. അപ്പോൾ സ്കോളർഷിപ്പ് തുക കിട്ടാത്ത കാര്യം പരാതി രൂപത്തിൽ ഈ അദാലത്തിൽ വയ്ക്കുക, അദാലത്തിൽ വെച്ചിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്തുക. അങ്ങനെ ഈ അദാലത്തിൽ പിന്നെ അപേക്ഷ വെച്ചിട്ട് ലഭിക്കേണ്ട തുകയാണോ ഈ സ്കോളർഷിപ്പ് സംഖ്യ? അങ്ങനെയാണോ ഈ വിദ്യാർത്ഥികളോട് കാണിക്കേണ്ടത്? ഇപ്പോൾ ഈ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ കുട്ടികളാണ്. +1-ലും +2-ലും പഠിക്കുന്ന കുട്ടികൾക്കടക്കം ഈ അധ്യയന വർഷം +1-ലും +2-ലും പഠിക്കുന്ന കുട്ടികൾക്കടക്കം ഈ സ്കോളർഷിപ്പ് തുക കിട്ടേണ്ടതുണ്ട്. USS സ്കോളർഷിപ്പ് 7ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളാണ് USS എഴുതുക. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ 2 വർഷം കഴിഞ്ഞാൽ അവരാരായി? അവർ പ്രായപൂർത്തി, വോട്ടവകാശമുള്ള ഒരു വോട്ടറായി. അപ്പോൾ ഈ കുട്ടികൾ വിചാരിച്ചാൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗധേയം വരെ മാറ്റാൻ സാധിക്കില്ലേ? അപ്പോൾ അവരോട് ഒരു നീതിപൂർവമായ പെരുമാറ്റം ഇപ്പോൾ ഭരണകൂടത്തിന് കാണിച്ചൂടെ? എന്തെല്ലാം തരത്തിൽ പൈസ ഇവിടെ ചിലവഴിക്കുന്നുണ്ട്? പല പല കാരണങ്ങൾക്കും പൈസ ചിലവഴിക്കുന്നില്ലേ? അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ഒരു അനാസ്ഥ കാണിക്കാൻ കാരണം? സർവ്വസാധാരണ കുടുംബത്തിലെ കുട്ടികളടക്കം ഈ മത്സര പരീക്ഷ ഉറക്കമുളച്ച് ഇരുന്ന് എഴുതി പരീക്ഷ പാസ്സായി മിടുക്കന്മാരായി പാസ്സായ കുട്ടികളല്ലേ? അപ്പോൾ അവരുടെ ഒരു മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം, രക്ഷിതാക്കളുടെ വിഷമം, പിന്നെ ഈ 2 HM ഉപരി ഞങ്ങൾ പല രക്ഷിതാക്കളുമായിട്ടും സൗഹൃദ മീഡിയ സംസാരിക്കേണ്ടായി. അവർക്കൊക്കെയും ഈ നിരാശ രൂപത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ഭരണകൂടം ഇത്തരുണത്തിൽ കുട്ടികളോട് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് കുട്ടികളെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുട്ടികൾ ആരാവുന്നൊന്നും പ്രവചിക്കാൻ സാധിക്കില്ല. നാളെ ചിലപ്പോൾ ഭരണചക്രം ഇവരുടെ കൈകളിലൊക്കെ എത്തിപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പഴമൊഴി അല്ലെങ്കിൽ ഒരു ചൊല്ലില്ലേ, ആരാവും നിങ്ങൾ ആരാവും ആർക്ക് ചൊല്ലാനാവും എന്നുള്ളത് എന്നതുപോലെയാണ് കുട്ടികളുടെ കാര്യം. അപ്പോൾ കുട്ടികളോട് ഒരു നീതി പുലർത്തണം എന്നാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ,
നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് സൗഹൃദ മീഡിയ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തുനിഞ്ഞത്. കാരണം നമ്മൾക്ക് ഓരോരുത്തർക്കും കുട്ടികളുണ്ട്, നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരുടെ കുട്ടികളും വിദ്യാർത്ഥികളാണ്. നമ്മളെ ഓരോ രക്ഷിതാക്കളുടെ വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പ് തുക കിട്ടാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അവർക്കൊക്കെയും ഈ അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ അന്വേഷിക്കണം. അപ്പോൾ ഇങ്ങനൊരു വാർത്ത നമ്മളുടെ ശ്രദ്ധയിൽ പെടുണ്ടായി, ഈ കരുതലും കൈത്താങ്ങും. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര ശരിയല്ല എന്ന് സൗഹൃദ മീഡിയയ്ക്ക് തോന്നിപ്പോയി. സൗഹൃദ മീഡിയ കൃത്യമായ ദിശയിലെ കാര്യങ്ങൾ നോക്കി കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും, അതായത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സമക്ഷം ഈ ലഘു വീഡിയോ സമർപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.